നിർമ്മലയുടെ അപ്പനുമായിട്ട് സംസാരിച്ച് ഒരു ഒത്തുതീർപ്പ് വ്യവസ്ഥയുമായിട്ടായിരിക്കും ശങ്കരൻ വരിക. ആമാണേ, നിർമ്മലയുടെ അപ്പന്റെ സംസാരം നമ്മൾ കേട്ടതല്ലേ. അങ്ങനെ ഒരു തീരുമാനത്തിനേ വഴിയുള്ളൂ. രണ്ടുപേരും കൂടി ഒന്നിച്ചു പൊറുക്കട്ടെ എന്ന് തീരുമാനിച്ചു വരികയാണെങ്കിൽ എല്ലാത്തിനെയും കൊന്നും മഠത്തിന് ഞാൻ തീ കൊളുത്തും. മൺമറഞ്ഞ പൂർവികർ ഇത് പൊറുക്കില്ല. അന്യജാതിക്കാരനെ പോലും ഇന്നേ വരെ സ്വാമിയാർ മഠത്തിന്റെ അകത്തേക്ക് കയറ്റിട്ടില്ല. പിന്നെയല്ലേ അന്യ മതക്കാരി. അണ്ണ ശബ്ദം പോട്ട് ആരെയും ഉണർത്തണ്ട. കൊലക്കുറ്റത്തിന് ജയിലിൽ പോയാലും ഒന്നിച്ചു പൊറുക്കാൻ ഞാൻ അവരെ അനുവദിക്കില്ല. എന്താ എന്റെ പരിപാടി? എല്ലാം ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. നാളെ പുലർച്ചെയാകും കല്യാണകൃഷ്ണനും ശങ്കരണ്ണനും എത്താൻ. അതിനു മുമ്പ് എല്ലാം ശുഭം. അതൊക്കെ പിന്നെ പറയാൻ പോയി വിളിക്കേ. നീ ചെല്ല് ചെല്ല്. നീ കിടക്ക്. നീ മോളി കിടക്ക്, ഞാൻ അടി കിടക്കാം. നീ ഇവിടെ കിടക്ക്, ഞാൻ അടി കിടന്നോളാം. ഞാൻ കിടക്ക്. പോയിക്കോ. എന്ത് കാണിക്കണം? അന്യജാതിക്കാരനോട് കിടക്കാമോ? ഞാൻ അടിയിലുണ്ടേ. എന്തായി? കടവില് വള്ളം അടുപ്പിച്ചിട്ടുണ്ട്. കടലും കായലും ചേരുന്നിടത്ത് ഒഴുക്കില് മുക്കി താത്താം. വേലിയേറ്റ സമയത്ത് ശവം കരയ്ക്കടുക്കരുത്. വയറ് കുത്തി കീറി തല വെട്ടി കല്ല് കെട്ടി താത്താ സാമി. തെളിവൊന്നും ഉണ്ടാവണ്ട. അയ്യോ, പേടിക്കണ്ട, വാ. என்ன சத்தம் கேக்குதே? போய் என்னன்னு பாரு. சத்தம் சத்தம் கேக்குது. രാഹുലി, വാ.
ആര്? സുബ്രാമയ്യരോ? സുബ്രായ നിന്റെ തന്ത ഇത് ചാത്തുണ്ണിയാ. അയ്യോ അടുത്ത കൊടകമ്പത്ര. കൊടകമ്പത്ര. ഓടിക്കോ ഓടിക്കോ. ഇതുകൂടെ ഇതുകൂടെ ഊരരുത് ഊരരുത്. ഊരിയ ഇന്ന് അടിയാണ്. ഊരരുത്. ഹലോ സുബ്ബരാമയ്യർ, കവത്തിന് പറ കവത്ത്. കൊടകമ്പത്ര അണ്ടാവേ. മണിയാ, എന്റെ തലയിൽ ആരോ കുടം കമത്തി. അതെ, അത് തന്നെ ഇന്ന് കറക്കാൻ നോക്കിയ പാത്രം കാണത്തത്. സ്വാമി അടിച്ചോണ്ടിക്ക് പോന്നാ. എന്നാ ഇതിരിക്കട്ടെ. ആരാടാ നിന്നെ പറഞ്ഞു വിട്ടത്? സാറിന്റെ അണ്ണന്മാര് നമ്മളെ കണ്ടപ്പോ ഞങ്ങൾ ഈ നിമിഷം വേണമെങ്കിലും ഈ പടിയിറങ്ങാം. പക്ഷെ നിങ്ങൾ വെച്ച് പൂജിക്കുന്ന സ്നേഹമൂർത്തികളായ സകല ദൈവങ്ങളും ആ നിമിഷം ഞങ്ങളോടൊപ്പം ഇവിടുന്ന് പടിയിറങ്ങുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കല്യാണകൃഷ്ണ, യു ഡിഡ് സംതിങ് ഗ്രേറ്റ്. പണ്ട് കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് ചുവന്ന കൊടി പിടിച്ചതിന് നിങ്ങൾ എല്ലാരും കൂടി എന്നെ തല്ലിയതിന്റെ വേദന ഇനി എന്റെ മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല. അഗ്രഹാരങ്ങളുടെ ഇരുണ്ട ഇടനാഴിയിൽ തീർപ്പുമുട്ടുന്ന സ്നേഹത്തെ മനുഷ്യത്വത്തിന്റെ സമതല ഭൂവിലേക്ക് കൊണ്ടുവരണം. അതിനുള്ള യാഗമാണ് ഇവൻ ചെയ്തത്. കാലങ്ങളായി ഈ സ്വാമി അറമടത്തിലേക്ക് ഒരു അന്യജാതിക്കാരനെ കയറ്റിയിട്ടില്ല. കുലദൈവങ്ങളത് പൊറുക്കില്ല. ദൈവ സിദ്ധാന്തങ്ങളെല്ലാം ഒന്നാണ്. അവിടെ ശ്രീകോവിലും അൾത്താരയും ഒരുപോലെയാണ്. ഒരു പണിയും ചെയ്യാതെ അമ്പലവും പൂജയും 4 നേരം ശാപ്പാടുമായി മടിയന്മാരായി ജീവിക്കുമ്പോ മനുഷ്യത്വം നഷ്ടപ്പെട്ടു പോവും. ഇപ്പോ ഞാൻ അധ്വാനിച്ചയക്കുന്ന പണം കൊണ്ടാ ഈ മഠവും ഇവിടുത്തെ ആചാരങ്ങളും നിങ്ങളും ജീവിക്കുന്നത്.
ഇനി ഇവിടെ എന്ത് തീരുമാനമെടുക്കാനും എനിക്ക് അധികാരമുണ്ട്. 30 വർഷങ്ങൾക്ക് ശേഷം ഈ മഠത്തിലൊരു സന്തതി ജനിക്കാൻ പോകുമ്പോ അതിനെ കൊല്ലാനുള്ള മനസ്സ് പ്രസവിക്കാത്ത ഇവിടുത്തെ പെണ്ണുങ്ങൾക്കുണ്ടായല്ലോ. சங்கரா, இங்க நடந்ததை பத்தி என்கிட்ட யாருமே எதுவுமே சொல்லலடா. നിങ്ങൾ നിർമ്മലയെ സ്വീകരിക്കണമെന്നില്ല. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാനും മാത്തച്ഛനും വന്നിരിക്കുന്നത്. അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളുമായി നിങ്ങൾ ഇവിടെ കഴിഞ്ഞോളൂ. പുതിയ ദർശനങ്ങളുടെ വെളിച്ചം ഇനിയും ഈ മഠത്തിലേക്ക് വീണിട്ടില്ല. നിങ്ങൾ എന്നോടൊപ്പം വരൂ. അവിടെ സ്നേഹിക്കുന്നവർക്ക് ഒന്നിച്ച് ജീവിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. കല്യാണകൃഷ്ണ, നിങ്ങൾ പുറപ്പെടാൻ തയ്യാറായിക്കോളൂ. യാത്രയ്ക്കുള്ള എല്ലാ ഏർപ്പാടുകളുമായി നിർമ്മലയുടെ അപ്പച്ചനെത്തും. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഞാൻ അമ്മയെ ഒന്ന് കാണാതിരുന്നിട്ടില്ല. അമ്മയിൽ നിന്നകന്ന് ആദ്യമായി ദൂരേക്ക് പോകാൻ എനിക്ക് വിഷമമുണ്ട്. ഈ പടിയിറങ്ങുമ്പോൾ ഒന്നേ പ്രാർത്ഥനയുള്ളൂ. മനസ്സ് നിറയെ നന്മയും സ്നേഹവുമുള്ള ഒരു പെൺകുട്ടിക്കും ഇത്തരം ഒരു അഗ്നിപരീക്ഷണം ഉണ്ടാവരുത്. സഹിക്കാവുന്നതിനപ്പുറം എനിക്ക് വേണ്ടി നിർമ്മല സഹിച്ചു, ക്ഷമിച്ചു. ഇനി അവളുടെ കണ്ണു നനയാതിരിക്കാൻ എന്റെ അമ്മ പൂർണ്ണ മനസ്സോടെ എന്റെ ഭാര്യയെ അനുഗ്രഹിക്കണം. മോളെ നിർമ്മലേ, നീ എവിടെയായിരുന്നാലും നിന്റെ വിശ്വാസം നിന്നോടൊപ്പം ഉണ്ടാവട്ടെ. സ്നേഹത്തിന് വേണ്ടി സഹിച്ചവർക്കും ക്ഷമിച്ചവർക്കും கடவுள் நல்லதாம்மா கொடுப்பார். നീ ഇവിടെ വിട്ടു പോകുന്നതിന് മുമ്പ് ഈ അമ്മയ്ക്ക് ഒന്നേ പറയാനുള്ളൂ. இந்த കുടുംബത്തില് 30 വർഷத்துக்கப்புறம் ഒരു കുഴந்தை പിറക്ക പോകുന്നത്. ഈ മുത്തശ്ശിക്ക് ആ കുഞ്ഞിന്റെ മുഖം ഒന്ന് കാണണം. നിങ്ങൾ രണ്ടുപേരും ഇവിടെ വിട്ടു പോയാൽ തിരികെ വരുമ്പോൾ ഞാൻ ജീവിച്ചിരുന്നില്ലെങ്കിലോ? അമ്മേ, കല്യാണകൃഷ്ണ, നിന്റെ കുഞ്ഞിനെ എനിക്ക് കാണണോടാ. ഈ കാണുന്ന സ്വത്തുക്കൾ മുഴുവനും എനിക്ക് അവകാശപ്പെട്ടതാണ്. നിർമ്മല ഇവിടെ താമസിക്കുന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ അവർക്ക് ഇവിടുന്ന് പോകാം. നിർമ്മലേ, നീ അകത്തേക്ക് വാമാ. മാമി, ഞാനും കൊഞ്ചം ഉള്ള തട്ടുമാ. മണിയാ, എടാ വാടാ. നീ വാമണിയാ. വരൂ മാത്തച്ഛ, നമ്മള് ബന്ധുക്കാരായില്ലേ. അപ്പൊ എന്റെ വയസ്സിന്റെ കാര്യം? കല്യാണകൃഷ്ണ, അതിനൊക്കെ പരിഹാരം ഉണ്ടാക്കാം. വാ ബഷീറിക്ക, ഇനി ആരെ പേടിക്കാൻ? വന്നൊരു നേരത്തെ ആഹാരം ബഷീറായിട്ട് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കഴിക്കും. എല്ലാരും വാങ്ങ. ഇപ്പോഴാണ് ഈ കുടുംബത്തിൽ വെളിച്ചം വീണത്. അൽഹംദുലില്ലാ.